ജനിച്ചാൽ ഒരിക്കൽ മരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഭൂമിയുടെ വടക്കേ അറ്റത്ത് ആരും മരിക്കാത്ത നഗരം എന്നറിയപ്പെടുന്ന ഒരിടമുണ്ട്. അതിൻ്റെ പേരാണ് ലോങ്ങിയർ ബൈൻ. നോർവേയിലെ സ്വാൽബാർഡ് ദ്വീപ സമൂഹത്തിൽപ്പെടുന്ന മനോഹരമായ ഒരു നഗരമാണിത്. സ്വാൽബാർഡ് ദ്വീപ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ലോങ്ങിയർ ബെൻ. 2007 ടൂറിസത്തിൽ നിന്ന് മാത്രമായി $291 ദശലക്ഷം ഈ നഗരത്തിന് ലഭിച്ചത്. ഇവിടുത്തെ കാലാവസ്ഥ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഏപ്രിൽ 18 മുതൽ ഓഗസ്റ്റ് 23 വരെയുള്ള 127 ദിവസം അർദ്ധരാത്രിയും ഇവിടെ സൂര്യനെ കാണാം. ഒക്ടോബർ 27 മുതൽ ഫെബ്രുവരി 15 വരെയുള്ള 111 ദിവസം ധ്രുവരാത്രികളാണ്. ഈ സമയത്ത് ഇരുട്ട് മാത്രമേയുള്ളൂ. നവംബർ മുതൽ മാർച്ച് വരെ നഗരത്തെ മുഴുവൻ മൂടുന്ന മഞ്ഞാണ്. പർവ്വതങ്ങളുടെ നിഴൽ കാരണം മാർച്ച് 8 വരെ ലോങ്ങിയർ ബെന്നിൽ സൂര്യനെ കാണാനാവില്ല. 1986 മാർച്ചിൽ രേഖപ്പെടുത്തിയ 46.3 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നുവരെ ഇവിടുത്തെ ഏറ്റവും താഴ്ന്ന താപനില. ഏറ്റവും ചൂടേറിയ കാലാവസ്ഥ അനുഭവപ്പെട്ടത് 2020 ജൂലൈയിലായിരുന്നു. അതായത് 21.7 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനിലയും പെർമാഫ്രോസ്റ്റും കാരണം ലോങ്ങിയർ ബെയിനിൽ കഴിഞ്ഞ 70 വർഷത്തിലേറെയായി മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ അടക്കം ചെയ്യുന്നത് നിരോധിച്ചിരിക്കുകയാണ്. വേനൽക്കാലത്ത് പോലും ഇവിടുത്തെ മണ്ണിലുള്ള ഐസ് പാളി ഉരുകില്ല. ഐസിൽ ഇട്ടുവെക്കുന്ന മത്സ്യം ഒരിക്കലും കേടാകില്ല എന്നതുപോലെ ഈ അവസ്ഥയിൽ ശവശരീരങ്ങൾ ഇവിടെ ജീർണിക്കുകയില്ല. അതായത് അവ കാലങ്ങളോളം കേടുപാടുകളില്ലാതെ മണ്ണിനടിയിൽ തന്നെ കിടക്കും. ഒറ്റ നോട്ടത്തിൽ നല്ലതാണെന്ന് തോന്നാമെങ്കിലും ഇതിനും ഭീകരമായ മറ്റൊരു മുഖമുണ്ട്. 1917 1920 ഇടയിൽ ഭയങ്കരമായ ഒരു പകർച്ചവ്യാധി ഈ നഗരത്തെ ബാധിച്ചിരുന്നു. അന്ന് മരിച്ച ആളുകളുടെ ശവശരീരങ്ങൾ 13 വർഷത്തിന് ശേഷവും ഒരു കേടുപാടും കൂടാതെ മണ്ണിനടിയിലുണ്ടെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഈ ശവമടക്കു രീതി അധികൃതർ നിരോധിച്ചത്. ഈ ശരീരങ്ങൾ എങ്ങനെയെങ്കിലും പുറത്തെത്തിയാൽ പകർച്ചവ്യാധി തിരിച്ചു വന്നാലോ എന്നതായിരുന്നു അവരുടെ ഭയം. ഇവിടുത്തെ അടച്ചുപൂട്ടിയ സെമിത്തേരിയിൽ ഇപ്പോഴും കുരിശുകൾ കാണാം. ശവശരീരങ്ങൾ കത്തിച്ച ശേഷം ചാരമടക്കം ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. 2000-ഓളം നിവാസികളുള്ള ചെറിയ പട്ടണമായ ലോങ്ങിയർ ബെന്നിൽ മതിയായ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളില്ല. വയോജനങ്ങൾക്കായുള്ള നേഴ്സിംഗ് ഹോമുകൾ പോലും ഇവിടെയില്ല. എന്തെങ്കിലും ഗുരുതരമായ അസുഖമുണ്ടായാൽ 2 മണിക്കൂർ അകലെയുള്ള ആശുപത്രിയിലേക്ക് മാറ്റുക മാത്രമേ മാർഗമുള്ളൂ. ഇവിടെ പ്രസവത്തിന് 3 ആഴ്ച മുൻപ് ഗർഭിണികൾ ദ്വീപ് വിട്ട് ആശുപത്രികൾ ഉള്ള സ്ഥലത്തേക്ക് മാറുന്നതും പതിവാണ്. ദ്വീപിലെ ചെറിയ ആശുപത്രിയാകട്ടെ അതീവ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത്. ലോങ്ങിയർ ബെന്നിൽ 60% ഭൂമി മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട നിലയിലാണ്. മരങ്ങളിൽ നിന്ന് മാത്രമല്ല, കടുത്ത കാലാവസ്ഥയെ അതിജീവിക്കാൻ കഴിവുള്ള ചിലയിനം പന്നൽച്ചെടികളും ലൈക്കനുകളും മാത്രമേ ഇവിടെയുള്ളൂ. ഹസ്കി കരടികൾ, റെയിൻഡിയർ, നായ്ക്കൾ തുടങ്ങിയ ജീവികളെയും ഇവിടെ കാണാം. സ്നോ സ്കൂട്ടർ ഉപയോഗിച്ചാണ് ആളുകൾ ഇവിടെ സഞ്ചരിക്കുന്നത്. ഏകദേശം 3000 ധ്രുവക്കരടികളുണ്ട് ഇവിടെയെന്ന് കണക്കാക്കിയിട്ടുണ്ട്. ഇവയുടെ ആക്രമണം ഏതു സമയത്തും പ്രതീക്ഷിക്കാം എന്നതിനാൽ നാട്ടുകാർ സ്വയരക്ഷയ്ക്കായി എപ്പോഴും റൈഫിൾ കയ്യിൽ കരുതുന്നു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഈ വീഡിയോയിലെ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.